നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ജാൻ, നിനക്ക് നിലയോട് എന്താണ്? ഡു യു ലവ് ഹെർ? പെട്ടെന്നായിരുന്നു കിരണിന്റെ ആ ചോദ്യം. ജാൻ അല്പം അമ്പരപ്പോടെ അവനെ നോക്കി. വാട്ട് ഡിഡ് യു സേ? ഞാൻ ആ നീലാംബരിയെ സ്നേഹിക്കുന്നെന്നോ? അവൻ നിർത്തി ചോദിച്ചു. മതി നിന്റെ അഭിനയം. ഇന്ന് ഞാൻ വീട്ടിൽ കാണിച്ചെല്ലാം മനഃപൂർവ്വം തന്നെയാ. അന്ന് ഞാൻ നിന്നോടെന്താ പറഞ്ഞു? നീ ആയിട്ട് പറഞ്ഞില്ലേ നിന്റെ മനസ്സ് ഞാൻ ചൂഴ്ന്നെടുക്കുന്നല്ലേ? എടുത്തോ? എന്നിട്ട് എന്തുണ്ട കിട്ടി? വലം കിട്ടിയോ നിനക്ക്? കിട്ടിയടാ, കിട്ടി. ഇപ്പൊ നീ എന്താ ചെയ്യുന്നേ? ഞാൻ അവിടെ കാര്യം ചോദിച്ച ഉടനെ തന്നെ എന്നോടുള്ള പിണക്കം പറഞ്ഞ് ഞാൻ ചോദിച്ചതിന്റെ മറുപടി അറിയുന്നു അല്ലേ? ഞാൻ മറ്റെന്തെങ്കിലുമാണ് ചോദിച്ചിരുന്നെങ്കിലോ നീ ഉണ്ട വിഴിഞ്ഞ പോലെ ഇരുന്നേനെ. നീ ആരെയടയി ഒളിക്കുന്നേ? എന്നെയോ? പറയടാ, നിന്റെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒളിമറ എന്നാ തുടങ്ങിയത്? കിരൺ, നീ എന്തൊക്കെയാ പറയുന്നത്? ദാറ്റ് ഗേൾ, അവൾക്ക് മറ്റൊരാളെ. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് കിരൺ. ഈ ടോപ്പിക് ഇവിടെ വിടാം. പക്ഷേ നീ ഇന്ന് വീട്ടിൽ വെച്ച് എന്നോട് ചെയ്തതിന് മറുപടി അറിയണം. സ്വിംഗ് ചെയറിൽ നിന്ന് ജാൻ പതിയെ എഴുന്നേറ്റു. അത് കാണാൻ കിരണും ചാടി എഴുന്നേറ്റു. എന്ത് വേണ്ട ജാൻ, ഡാ അവിടെ നിൽക്ക്. എന്റെ അടുത്തോട്ട് വരരുത്. നാട്ടുകാരെ ഈ കാമപ്രാന്ത് എന്നെ പീഡിപ്പിക്കാൻ പോണേ. എടാ നീ ഞാൻ തൂറി എറിഞ്ഞ. കയ്യിലിരുന്ന ഗ്ലാസ് കോഫി ടേബിൾ വെച്ച് തന്റെ അടുത്തേക്ക് പതിയെ നടന്നു വരുന്ന ജാൻ നോക്കി കിരൺ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കിരണിന്റെ ഡയലോഗ് കേട്ട് ജാൻ കയ്യോങ്ങിക്കൊണ്ട് വേഗത്തിൽ നടന്നെടുത്തു. കിരണിന്റെ വലത് കൈ പുറകിലേക്ക് പിടിച്ച് തിരിച്ചു നിർത്തി അവന്. കൈയൊടിയും. പണ്ട് 10 വട്ടം ഒടിഞ്ഞതാ ഈ കൈ. ഡോക്ടർ അന്നേ പറഞ്ഞ ഈ കൈക്ക് ബെഡ് റെസ്റ്റ് വേണമെന്ന്. വീട്ടിലാത്തണ്ടി. ഇനി പറ, നിനക്ക് എന്നെ കാണുമ്പോ കളിയാക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല. നേരെ പറയടാ. ഇല്ല, തോന്നില്ല മുത്തേ, തോന്നില്ല. വേണ്ട, ചിലപ്പോ തോന്നിയാലോ? ഓടിക്കട്ടെ. അയ്യോ വേണ്ട, ചോറുന്നാൻ പറ്റൂലടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യണ്ട, നീ വിട്ടേ. ഇനി ഞാൻ നിന്നെ കളിയാക്കില്ല. എന്റെ പെങ്ങളാണേ സത്യം. നിനക്കും നിന്റെ പുതിയ പെങ്ങൾക്ക് എന്നെ കാണുമ്പോ എന്താടാ ചുമ്മാ എന്തെങ്കിലും പറയാൻ തോന്നുന്നു? മതിയാക്കി തരട്ടെ ഞാൻ. അവൾക്കുള്ള കൊടുത്ത ഞാൻ നാട്ടിലേക്ക് വിട്ടു. ഇനി നീ അപ്പൊ അവള് നാട്ടിൽ പോയത് അതുകൊണ്ടാണോ? വളക്കാതെടാ, വിട്ടു. ജാൻ അവന്റെ കൈ വിട്ടു. കിരൺ കൈയെന്ന് കുടഞ്ഞു. എന്നിട്ട് ജാനെ നോക്കി പറഞ്ഞു, എന്റെ പൊന്നു മോനെ, ജിമ്മിൽ പോയി ഉരുട്ടിക്കയറ്റുന്ന പാവങ്ങൾ ഇങ്ങനെ ഞെക്കി പിഴിയാനാണോ? ഞാൻ നാരങ്ങയിലടാ, മനുഷ്യനാ. പറയടാ, നീ എന്റെ കൊച്ചിന്റെ ഏത് ഭാഗം ഡാമേജ് ആക്കിയത്? ജാനൊന്ന് ചിരിച്ചുകൊണ്ട് മനസ്സിലായി ഓർത്തു. ഞാൻ അവളെയല്ല, അവളെ എന്നെയാ ഡാമേജ് ആക്കിയത്, എന്റെ ഈ കുഞ്ഞ് ഹാർട്ടിനെ. പറയടാ, കയ്യോ കാലോ പറയടാ തെണ്ടി. അവളുടെ ജാൻ ബാക്കി പറയാൻ നിർത്തി കിരണിനെ തുറിച്ചു നോക്കി. ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് പോയി. കിരൺ അവന്റെ പുറകെ പാഞ്ഞു. എടാ, അപ്പൊ നീ അവളെ പീഡിപ്പിച്ചോടെ കാമുകണ്ട? സത്യം പറയടാ. ഈശ്വര, ഈ ജിമ്മന്റെ ഒറ്റപ്പിടിയിലും നട്ടലും ഒടിഞ്ഞാണ് അവിടെ. ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. എടാ മോനെ, ഞാനൊരു പുല്ലും ചെയ്തില്ല അവളെ. ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. അപ്പഴാ ഒരു ഇടി വെട്ടിയത്. അവളാ എന്നെ കേറി. നിന്നെ കേറി? ഷീ ഹഗ്ഡ് മീ, ദാറ്റ്സ് ഇറ്റ്. ഓഹോ, അപ്പൊ നീയോ? ഞാനെന്ത് ചെയ്യണ? അത് പോട്ടെ, നീ എന്തിനാ അവളെ പേടിപ്പിക്കാൻ നോക്കിയത്? ഓ കമോൺ കിരൺ, നിനക്കൊന്നും അറിയില്ലല്ലോ അല്ലേ? നിന്റെ പെങ്ങളെ രക്ഷിക്കാൻ വലിച്ചെടുത്ത് വാഷ്റൂമിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ടല്ലോ. നീ എന്താ കരുതി ഞാനൊന്നും അറിയില്ലാന്നോ? അപ്പൊ നീ എല്ലാം കേട്ടോ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി പറ, നീ അവളെ പേടിപ്പിക്കാൻ എന്താ ചെയ്ത്? ഇടുപ്പിൽ കൈകുത്തി കിരൺ ജാനെ തുറിച്ചു നോക്കി. ജാനൊന്ന് ചിരിച്ചു. എന്നിട്ട് ബെഡിലേക്ക് വീണു. ചെരിഞ്ഞിടുന്ന ഒരു പില്ലോ നെഞ്ചത്ത് ചേർത്ത് പിടിച്ച് വരിഞ്ഞു മുറുക്കി കണ്ണുകൾ അടച്ച് കിടന്നു. പറയടാ ചോദിച്ചുകൊണ്ട് കിരൺ അവന്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു. ഇഫ് യു വാണ്ട് ടു നോ, ആസ്ക് ഹർ. അതും പറഞ്ഞ് അവൻ കണ്ണുകൾ അടച്ചു. കിരൺ കണ്ണുമിഴിച്ച് അങ്ങനെ നിന്നുപോയി. പുറത്ത് ശക്തമായ മഴയും ഒപ്പം വീശിയടിക്കുന്ന കാറ്റും. വിജാഗിരി ദ്രവിച്ച ജനലിന്റെ അല്പം ഇളകി തൂങ്ങിയ പാളിയുടെ വിടവിലൂടെ മഴവെള്ളം അകത്തേക്ക് തെറിച്ചു. മുഖത്തേക്കേറ്റ മഴവെള്ളത്തിന്റെ തണുപ്പറിഞ്ഞാണ് തുളസി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന്. പുതച്ചിരുന്ന പുതപ്പിന്റെ തന്നെ അറ്റം കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ച് അവർ ചുറ്റും നോക്കി. എല്ലിൽ വരെ തുളച്ചു കയറുന്ന തണുപ്പ്. കാറ്റടിച്ച് വിറക്കുന്ന ജനൽപ്പാളിയിലേക്കൊന്ന് നോക്കി തുളസി. കൊളുത്ത് നഷ്ടപ്പെട്ട പാളിയുടെ ചെറിയ തുളയിൽ ഒരു നീളൻ തുണി കെട്ടി അതിനെ കട്ടിളയുടെ തടിയഴിയിലേക്ക് ചേർത്ത് കെട്ടിയാണ് താൻ ജനലടക്കാറുള്ളത്. ഇന്ന് കിടക്കാൻ നേരം മറിഞ്ഞിരുന്നു. സ്വയം അതൊക്കെ ആലോചിച്ച് അവർ എഴുന്നേറ്റ് ജനൽ കെട്ടിവെച്ച് ഭദ്രമാക്കി. അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു പഴയ മുറിയിലാണ് തുളസി ചെറുപ്പം മുതലേ കിടക്കാറ്. ഇല്ലത്തെ വാലിക്കാരികൾ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചിരുന്നാണ് ഈ മുറി. പണ്ടൊക്കെ കൈതോലപ്പായ വിരിച്ചാണ് കിടക്കാറ്. ഇപ്പൊ പ്രായമേറിയപ്പോൾ പായയിൽ നിലത്തിടക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ഭാർഗവൻ നായർ ഒരു ചെറിയ കട്ടിൽ പണിയിച്ചു കൊടുത്ത് തുളസിക്ക്. തിരികെ വന്ന് കിടക്കയിൽ കിടന്നപ്പോൾ മഴക്കൽപ്പം ശമനമുള്ള പോലെ തോന്നി. മഴ തോർന്ന നിശബ്ദതയിൽ കൂമന്റെയും നായുടെയും വല്ലാത്ത നിലവിളി ശബ്ദം തുളസിയുടെ ഉറക്കം കെടുത്തി. പെട്ടെന്നാണ് ഒരു പാദസരത്തിന്റെ കിൽക്കം ദൂരെ നിന്നായി കേട്ടത്. പ്രത്യേക ഒരു താളത്തിൽ ദൂരെ നിന്നായി കേട്ടുകൊണ്ടിരുന്ന ആ ശബ്ദം പതിയെ അടുത്തെവിടെ എത്തിയ പോലെ തോന്നി തുളസിക്ക്. കിടക്കയിൽ നിന്നും തലൽപ്പം പൊന്തിച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി തുളസി. താൻ കിടക്കുന്ന മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. കുറച്ചു മുന്നിലായി കാണുന്ന അടുക്കള വാതിലേക്ക് പോകുന്ന ഇടനാഴിയാണ്. അല്പനേരം അങ്ങോട്ടേക്ക് തന്നെ അങ്ങനെ ഉറ്റുനോക്കി കിടന്നു തുളസി.
തറവാട്ടിൽ പാദസരമിടാറുള്ള നീലാംബരി മാത്രമാണ്. അതും ജോലിക്ക് പോയ ശേഷം ഇടാറില്ല. കുറച്ചകലെയായിട്ടുള്ള ഇടനാഴിയിലേക്ക് വളരെ പതിയെ നടന്നെത്തിയ ആ രൂപം കാണുകെ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവർ ആശ്വസിച്ചു. തൂവെള്ള ധാവണി ചുറ്റിയ പെൺകുട്ടിയെ അരണ്ട വെളിച്ചത്തിൽ തുളസി തിരിച്ചറിഞ്ഞു. മിററിലൂടെ നിവർത്തിയിട്ടിരിക്കുന്ന ധാവണിയുടെ ഒറ്റ അവൾക്ക് പുറകെ നിലത്തായി ഇഴഞ്ഞു നീങ്ങുന്നു. നിലക്കുഞ്ഞെ, ഈ പാതിരാത്രി എന്തിനാ അടുക്കളയിൽ ഒറ്റയ്ക്ക് പോകുന്നു? അവളൊന്ന് നിന്നു. വലത്തേക്ക് തിരിഞ്ഞ് തുളസിയെ നോക്കാതെ അവൾ പോകുന്ന വഴിയെ തന്നെ നോക്കി നിന്നു. നിലക്കുട്ടിയെ, എന്താ മിണ്ടാത്തേ? അത് കേട്ട് അവൾ ചെറുതായെന്ന് ചിരിച്ചു. തുളസി, എനിക്ക് ദാഹിക്കുന്നു. അല്പം വെള്ളം കുടിക്കാനായി പോകുന്നത്. എന്തേ, തുളസി വരുന്നുണ്ട് എൻ്റെ ഒപ്പം? പ്രത്യേക ഈണത്തിലുള്ള സംസാരം. ജഗിലെ വെള്ളം മുഴുവൻ കുടിച്ച കുട്ടിയെ നീ, അത് ഈ പെരുമഴയത്ത്. കുഞ്ഞിന് ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ടോ? മോള് നിൽക്ക്, ഞാൻ അതേ വരുന്നു. വേണ്ട, എൻ്റെ അടുത്തേക്ക് തുളസി വരണ്ട, ഞാനിവിടെ നിന്നോളാം. അതെന്താ, ഞാൻ വന്നാല്? കുഞ്ഞിന് മാസമുറ തുടങ്ങിയ, എന്നിട്ടാണ് ഇങ്ങനെ തൊട്ടും പിടിച്ച് എഴുന്നേറ്റ് നടക്കുന്നത്. വേഗം വെള്ളം കുടിച്ചിട്ട് മുറിയിൽ പോയി കിടന്നോളൂ. പിന്നെ ഇന്നെൻ്റെ അടുത്ത് കഥ കേൾക്കാൻ വരണ്ട കേട്ടോ. നാളെ ഭദ്രക്കുഞ്ഞിൻ്റെ ഒപ്പം ഞാനും അമ്പലത്തിൽ പോകുന്നുണ്ട്. അല്ല, ഇന്ന് കുഞ്ഞെന്തിനാ പാദശ്രണിഞ്ഞ്? ഇനി ജോലിക്ക് പോണില്ല എന്നുണ്ടോ? ഞാൻ ഈ പാദസരം അഴിക്കാറില്ലല്ലോ തുളസി. ഇത്രയും നാൾ ഞാനൊന്ന് നടക്കാൻ കൂടി കഴിയാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇന്നാ ഒന്ന് നടന്നു. തുളസിക്ക് എന്തൊക്കെ കഥകൾ അറിയാം? എന്റെ കഥ അറിയോ തുളസിക്ക്? ആ ചോദ്യം കേട്ട് തുളസി കട്ടിൽ നിന്ന് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് പോയി. അവരുടെ ദേഹം വിറക്കാൻ തുടങ്ങി. വായ്ക്കുള്ളിൽ തന്റെ നാവ് തറഞ്ഞിരിക്കുന്ന പോലെ ഒന്ന് അനക്കാൻ കൂടി കഴിയുന്നില്ല. അരണ്ട വെളിച്ചത്തിൽ നിറഞ്ഞ ഭയത്തോടെ അവർ കണ്ടു. കണ്ണുകൾ മാത്രം തന്റെ നേരെ തിരിച്ച് തന്നെ നോക്കുന്ന ആ പെൺകുട്ടിയെ. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ രാത്രി തന്റെ അടുത്ത് വന്ന് തന്റെ കാലിൽ തൊട്ടുകൊണ്ട് കട്ടിലിന്റെ അടുത്തായി നിന്ന ആ രൂപം. ശരീരം കുഴയുന്നതിനൊപ്പം തന്റെ കാഴ്ച മങ്ങുന്ന തുളസി അറിഞ്ഞു. ഭദ്രയുടെ മുത്തശ്ശി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നാരായണി വല്യമ്മയാണ് വാരിക്കാരിയായിട്ട് തറവാട്ടിലുണ്ടായിരുന്നത്. സരോജിനി അന്തർജനം ഭദ്രയെ ഗർഭിണിയായപ്പോഴാണ് ഭാർഗവൻ നായരുടെ അകന്ന ബന്ധത്തിലുള്ള രാമാനുജനെയും അയാളുടെ മുറപ്പെണ്ണ് തുളസിയെയും തറവാട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നത്. അന്ന് തുളസിക്ക് 10-16 വയസ്സ് പ്രായവും രാമാനുജന് 20 വയസ്സോളം പ്രായവും ഉണ്ടായിരുന്നു. കയറുപിരി തൊഴിലാളിയായിരുന്ന തുളസിയുടെ അമ്മയെ കൂടി ജോലി ചെയ്യുന്ന ആരൊരാൾ സ്നേഹിച്ച് ചതിച്ചു. ഒടുവിൽ അവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ഉപേക്ഷിച്ചു. തുളസിക്ക് 5 വയസ്സുള്ളപ്പോൾ കായൽ വീണ് അവർ മരിച്ചു. ഒരു ദുരൂഹ മരണം. അതിനുശേഷം അമ്മാവിന്റെ അമ്മായിയുടെ അവരുടെ മകൻ രാമാനുജനെയും കൂടിയായിരുന്നു തുളസിയുടെ താമസം. ഒരു യാത്രയിൽ പുഴയിൽ വെള്ളം മറിഞ്ഞ് അമ്മാവിനും അമ്മായിയും മരണപ്പെട്ടപ്പോഴാണ് അകന്ന ബന്ധുവായ ഭാർഗവൻ നായർ അവരെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അന്നു മുതൽ കാഴ്ചയില്ലാത്ത സരോജിനി അന്തർജത്തിന്റെ സഹായിയായി തുളസി കൂടെ കൂടി. ചിലപ്പോഴൊക്കെ നാരായണി വല്യമ്മയെ അടുക്കളപ്പണിക്ക് സഹായിക്കും. ഭദ്ര ജനിച്ചപ്പോൾ അമ്മയെക്കാളും സ്നേഹം കൊടുത്ത് ഒരു മൂത്ത ചേച്ചിയെ പോലെ നോക്കിയത് തുളസിയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം വയസ്സായ നാരായണി വല്യമ്മ മക്കൾക്കൊപ്പം തറവാട്ടിൽ നിന്ന് എന്നേക്കുമായി മടങ്ങിപ്പോയി. അപ്പോൾ തുളസി അടുക്കളപ്പണി ഏറ്റെടുത്തു. തുളസി, നനവാർന്ന കൈകൾ കൊണ്ടുള്ള സ്പർശനവും തുളസി എന്നുള്ള വിളിയച്ചയും കേട്ടുകൊണ്ടാണ് തുളസി കണ്ണുകൾ തുറന്ന്. മുന്നിൽ പരിഭ്രമിച്ച് നിൽക്കുകയാണ് ഭദ്ര. ഇന്ന് തന്റെ മകൾക്ക് എറണാകുളത്തേക്ക് തിരികെ പോകാനുള്ളതുകൊണ്ടാണ് ഭദ്ര വെളുപ്പിന് തന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്ന്. ഗോവണി ഇറങ്ങുമ്പോഴും അടുക്കളയിൽ നിന്നുള്ള വെളിച്ചമോ ഒച്ചപ്പാടോ കേൾക്കാഞ്ഞിട്ട് ഒരു പകപ്പോടെയാണ് ഭദ്ര നടന്നത്. കാരണം പണ്ട് തൊട്ടേ കാണുന്ന കാഴ്ചയാണ് കോഴി കൂവ് മുന്നേ എഴുന്നേൽക്കുന്ന തുളസിയെ. ആദ്യം തന്നെ എല്ലാവർക്കും കുളിക്കാനും കുടിക്കാനൊക്കെയുള്ള വെള്ളം ചൂടാക്കാറാണ് പതിവ്. പിന്നെയാവും പാചകം തുടങ്ങുക. തുളസി, കണ്ണുറക്ക്. ഈശ്വര, എന്താ പറ്റിയേ? മൊന്തയിലെ വെള്ളാൽപ്പം കൈകളിലേക്ക് പകരം തുളസിയുടെ മുഖം തുടച്ചെടുക്കുകയാണ് ഭദ്ര. കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടു മുന്നിൽ പരിഭ്രമിച്ച് നിൽക്കുന്ന ഭദ്രയെ. തുളസി, എന്തു പറ്റിയതാ? തുളസി ഞെട്ടിലോടെ ഭദ്രയെ നോക്കി. ഭദ്രയുടെ കയ്യിൽ നിന്ന് മൊന്തയിലെ വെള്ളം മുഴുവൻ ഒറ്റയിറക്കിന് കുടിച്ചേർത്ത് തുളസി. കുഞ്ഞേ, ഞാൻ കണ്ടു. എന്ത് കണ്ടു എന്നാ? ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്നു. ആര് വന്നു എന്നാ? ആ ചാരുമതി. എന്തൊക്കെ ഈ പറയുന്നത്? വെറുതെ പിച്ചുമ്പേയും പറയാ തുളസി. അവള് തന്നെയാ, അവിടെ പറഞ്ഞു മുഴുമിക്കും മുന്നേ തുളസിയുടെ വായപുത്രി ഭദ്ര. മതി തുളസി. പെണ്ണ് മുകളിലെ മുറിയിൽ ഉണർന്ന് കിടപ്പുണ്ട്. എൻ്റെ ഒപ്പം ഇന്നലെ കിടന്ന്. രാവിലെ പോകണമെന്ന് പറഞ്ഞ് അലാറം വെച്ച് എഴുന്നേറ്റ് ഇപ്പൊ കുളിക്കാനായിട്ട് ഇറങ്ങി വരും. ഇതെങ്ങാനും കേട്ടാ പിന്നെ അത് മതി. മറ്റെല്ലാം മറന്ന് ഇന്നുകൂടി ലീവ് എടുത്ത് നിൽക്കും കഥ കേൾക്കാൻ. കഥയോ? എന്ത് കഥയാമ്മ? പുറകിൽ നീലാംബരിയുടെ ശബ്ദം കേട്ടാണ് ഇരുവരും തിരിഞ്ഞു നോക്കിയത്. ഭദ്ര പതിയെ പറഞ്ഞതിനാൽ അവൾ അവസാന ഭാഗം മാത്രമേ കേട്ടുള്ളൂ. എന്താ തുളസി, എന്താ നിലത്തിരിക്കുന്നേ? തുളസി അപ്പോഴും നീലാംബരിയെ തുറച്ചു നോക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി കണ്ട സ്വപ്നമാണോ അതോ ഉള്ളതാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ നീലാംബരിയാവും എന്ന് കരുതി താൻ സംസാരിച്ച ആരോടാവും? നിലക്കുഞ്ഞെ, ഇന്നലെ രാത്രി വെള്ളം കുടിക്കാൻ കുഞ്ഞ് വന്നിരുന്ന ഇവിടേക്ക്. തുളസി, ഭദ്ര ശകാരം പോലെ ഉറക്കി വിളിച്ച്. തുളസിക്ക് ഒന്നുമില്ല, കുട്ടി പോയി കുളിക്കാൻ നോക്കൂ. ഭദ്ര ശാസനയോട് അവൾ നോക്കി പറഞ്ഞു. തുളസി പിന്നെ ഒന്നും മിണ്ടിയില്ല. നീലാംബരി മറ്റൊന്നും ചോദിച്ചില്ല. കാരണം അവൾക്ക് മനസ്സിലായി തന്നോട് പറയാൻ അമ്മ അനുവദിക്കാത്ത എന്തോ രഹസ്യം നടന്നിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഭദ്രക്ക് അറിയില്ലല്ലോ തുളസിയും നീലാംബരിയും തമ്മിലുള്ള രഹസ്യ ഇടപാടുകളെ പറ്റി. ചില രാത്രിയിൽ ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേൽക്കാറുണ്ട് നീലാംബരി. അപ്പോഴൊക്കെ കൂട്ടിന് വിളിക്കുന്ന തുളസിയാണ്. തിരികെ വരുമ്പോൾ തുളസിയുമായി അവൾ ഏറെ നേരം സംസാരിച്ചിരിക്കാറുണ്ട് ഈ മുറിയിൽ. തറവാട്ടിൽ നിന്നുള്ള കുറെ രഹസ്യങ്ങൾ തുളസി പറഞ്ഞ് നീലാംബരിക്ക് അറിയാം. അതൊക്കെ തുളസിക്ക് അവൾക്കിടയിലുള്ള രഹസ്യങ്ങളാണ്.
എന്നാൽ അറിയേണ്ടെന്ന് അറിഞ്ഞിട്ടുമില്ല താനും. പതിവ് പോലെ അമ്മ തയ്ച്ചൊരു ചുരിദാർ എടുത്തിട്ട് നീലാംബരി കഴിഞ്ഞ തവണത്തെ പോലെ നടയടി വാങ്ങി ഇറങ്ങാൻ താല്പര്യമില്ലായിട്ടാണ് ദുഷ്ടക്കൂട്ടങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ ഇറങ്ങാൻ തീരുമാനിച്ചത്. ശശിധരമാമയുടെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്നറിയില്ല. ചിലപ്പോൾ ഇനി ജോലിക്ക് പോകണ്ടെന്നോ മറ്റോ പറഞ്ഞാലോ. തിടുക്കം കാട്ടുന്ന മകളെ വെറും വയറോട് അയക്കാൻ ഭദ്രക്ക് മനസ്സിലാഞ്ഞിട്ടാണ് ഒരു ദോശ അവളെ കൊണ്ട് നിർബന്ധപൂർവ്വം കഴിപ്പിച്ച്. കഴിക്കായിരുന്നില്ല അവൾ, വാരി വിഴുങ്ങിയായിരുന്നു. മുത്തശ്ശിയോട് യാത്ര പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന അവൾ ശ്രദ്ധിച്ചു. പക്ഷേ ഒന്നും സംസാരിക്കാൻ അവൾക്ക് തോന്നിയില്ല. കാരണം കൽപ്പന ചൊല്ലിക്കൊടുക്കുന്ന മുത്തശ്ശി അപ്പാടെ വിഴുങ്ങാറാണ് പതിവ്. മുത്തശ്ശ, ഞാൻ പോയിട്ട് വരാം. ഉമ്മറത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മുത്തശ്ശനോട് അയാൾ പറഞ്ഞു. നിക്ക് മോളെ, ഞാൻ ഓട്ടോ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നേരം ഒറ്റക്ക് നടന്ന് ജംഗ്ഷൻ വരെ പോണ്ട കുട്ടി. സാറില്ല മുത്തശ്ശ, തുളസി കൂടെ വരും. അവിടുന്ന് ഓട്ടോ പിടിച്ച് ഞാൻ KSRTC സ്റ്റാൻഡിൽ പോയിക്കോളാം. വേണ്ട കുട്ടി, ഇത്ര നേരത്തെ ജംഗ്ഷനിൽ ഓട്ടോ ഉണ്ടാവില്ല, ബസ്സും കുറവായിരിക്കും. KSRTC സ്റ്റാൻഡ് വരെ നേരെ ഓട്ടോയിൽ പോയിക്കോ. ഞാൻ സുധാകരൻ്റെ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അവൻ വീട്ടിൽ നിന്ന് വരും. പിന്നെ നിശ്ചയത്തിന്റെ തീയതി അറിയിക്കാം. 2 ദിവസം മുമ്പ് എത്താൻ നോക്കണം കേട്ടോ. അതിന് മറുപടികളൊന്നും മിണ്ടിയില്ല. മോളെ. എന്താ മുത്തശ്ശ? ആൾ ഗൗരവത്തോടെ വിളിയേട്ടു. മോൾക്ക് ഈ വയസ്സിനോട് ദേഷ്യമുണ്ടോ? എന്തിനാ മുത്തശ്ശ? നീക്കറിയാം മോൾക്ക് മുകുന്ദനെ ഇഷ്ടമല്ലാന്ന്. പക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല കുഞ്ഞേ. ഒരു കാലത്ത് മുത്തശ്ശൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല എൻ്റെ കുട്ടി. ഇപ്പം എൻ്റെ നാവ് ഉയർത്താൻ കഴിയണില്ല. ആരെയാ മുത്തശ്ശൻ ഭയക്കുന്നത്? നാട്ടുകാരെയാണോ? കേട്ടിട്ടുണ്ട് അഭിമാനികളാണ് തറവാട്ടിലുള്ളവരെന്ന്. നേരും നെറിയില്ലാത്ത പ്രവൃത്തികൾക്ക് മേൽ അഭിനയത്തിന്റെ മറയുണ്ടാക്കി ജീവിക്കുന്നവർ അല്ലേ മുത്തശ്ശ? മോളെ, നീ കരുതും പോലെയൊന്നും അല്ല. വേണ്ട, എൻ്റെ കുട്ടിയൊന്നും എതിർത്ത് പറയരുത്. തലവരെയെ തടയാൻ ആർക്കും കഴിയില്ല. മോളുടെ ഇനിയുള്ള ജീവിതം മുകുന്ദനൊപ്പാ. ഒരു പാവം കൊച്ചായിരുന്നവൻ. ഇവിടുന്ന് പോയ പിന്നെ അവൻ ഇങ്ങനെയൊക്കെ ആയത്. ഇനി മോള് വേണം അവനെ മാറ്റിയെടുക്കാൻ. മോളെന്ന് വെച്ചാൽ അവന് ജീവനാ. വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ മോൾക്ക് അവനോടുള്ള വെറുപ്പൊക്കെ മാറും. മുത്തശ്ശനാ പറയണത്. മുത്തശ്ശ വേണ്ട, അയാളെ ന്യായീകരിക്കണ്ട. 6-7 വയസ്സുള്ളപ്പോൾ ഇവിടുന്ന് പോയ മുകുന്ദേട്ടൻ ആ പ്രായത്തിൽ എന്ത് കാണിക്കാനാ? വീട് മാറിയെന്നും സ്വഭാവം മാറിയതിനൊരു കാരണമല്ല മുത്തശ്ശ. ഈ തറവാട്ടിൽ വളർന്നിരുന്നെങ്കിലും അയാൾ ഇങ്ങനെയൊക്കെ തന്നെ ആവുമായിരുന്നു. കാരണം അയാൾ ശശിധരൻ്റെയും കൽപ്പനയുടെ മകനാണ്. പിന്നെ ഒരു കാര്യം, ഒരു സ്ത്രീയുടെ ജന്മോദ്ദേശം ഒരു പുരുഷന്റെ സ്വഭാവം മാറ്റിയെടുക്കുക എന്നല്ല. എന്നെങ്കിലും അയാളുടെ സ്വഭാവം മാറുന്നതിൻ്റെ ഈ കണ്ണുകൾ നോക്കി പറയാൻ കഴിയും മുത്തശ്ശന്? എൻ്റെ അമ്മയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കണ്ണുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭയം ഈ നീലാംബരി കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറേ. ഒരേ ഒരു തവണയെങ്കിലും എന്നോട് അതിൻ്റെ കാരണം പറയാൻ തോന്നാത്ത എന്താ? ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ടാണോ? ഒരാൺകുട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോടെല്ലാം പറഞ്ഞേനല്ലേ? ഈ തറവാടിനപ്പുറം ലോകമുണ്ട് മുത്തശ്ശ. എല്ലാം പറഞ്ഞ് ഈ നീലാംബരി ഇറങ്ങിത്തിരിച്ചാ മുത്തശ്ശൻ നേരത്തെ പറഞ്ഞ ആ തലവരയില്ലേ, അത് മാറ്റി വരയ്ക്കാൻ ഒരു പെണ്ണായി എനിക്ക് കഴിയും. പക്ഷെ ഭദ്ര എന്ന എൻ്റെ അമ്മ, ആ അമ്മയുടെ കാലിൽ ഒരു മുള്ളുകൊള്ളുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നീലാംബരിയുടെ ജീവിതം മറ്റുള്ളവർക്കുള്ള കളിപ്പാട്ടാവുന്നു. നിങ്ങളെല്ലാവരും ഭയക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കാൻ ഈ നീലാംബരിയെ കരുവാക്കുന്ന സ്വയം തടയാൻ ശ്രമിക്കാതെ ഒരു ബലിയാടിനെ പോലെ ഞാൻ നിന്നിരുന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ടാ. ഭാർഗവൻ നായരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അദ്ദേഹം ചാരുകസേരയിലേക്ക് തളർന്നിരുന്നു പോയി. അദ്ദേഹത്തിന് അരികിലായി അവൾ മുട്ടുകുത്തിയിരുന്നു. അയാളുടെ കൈകളിലേക്ക് കൈ ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു, മുത്തശ്ശനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത്രയും പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ തൊണ്ട ഇടറിയിരുന്നു. അയാൾ എനിക്ക് വെറുപ്പാ മുത്തശ്ശ. പണ്ട് നടന്നോ ഇനി നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ശശിധരമാമി എന്തിനാ എല്ലാവരും ഭയക്കുന്നതെന്ന് എനിക്കറിയില്ല. മുത്തശ്ശിൻ്റെയും അമ്മയുടെയും മൗനം എന്തിനാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് മരണം സംഭവിച്ചതിന് ശേഷം തറവാട്ടിൽ നടന്ന ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എനിക്കറിയില്ല. ഈ നീലാംബരി പൊട്ടൻ ആട്ടം കാണുന്ന പോലെ നോക്കി നിൽക്കുക. ഒരു ചുമരിനപ്പുറം നിന്നുകൊണ്ട് ശബ്ദം പുറത്തു വരാതിരിക്കാൻ ഉടുത്തിരിക്കുന്ന നേരിയതിൻ്റെ തുമ്പ് വായിലമർത്തി പൊട്ടിക്കരഞ്ഞ ഭദ്ര. ശരിയാ, അവൾ പറഞ്ഞു ശരിയാ. ഒരാൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ അവനെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് തുറന്നു വിട്ടേനെ. പക്ഷെ തനിക്ക് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. നരകത്തിലെന്ന പോലെ ജീവിച്ച് തൻ്റെ മുമ്പിൽ വളർന്നൊരു മകൾ. ഒരു പുരുഷനായിട്ട് കൂടി അവളുടെ അച്ഛനെ, തൻ്റെ പ്രാണനെ ഇല്ലാതാക്കിയവരാണ് ഇവിടെയുള്ളവർ. ലോകപരിചയമില്ലാത്ത തനിക്ക് ഈ തറവാട് പോലും ഭയമാണ്. അങ്ങനെയൊക്കെ തൻ്റെ മോളെ ആരുടെ കയ്യിലേൽപ്പിക്കാനാ? ബസ്സിലിരിക്കുമ്പോഴത്രയും നീലാംബരിക്ക് മുത്തശ്ശന്റെ നിസ്സഹായത നിറഞ്ഞ മുഖം മാത്രമായിരുന്നു മനസ്സിൽ. പക്ഷേ മുത്തശ്ശന് ശശിധരമാമയെ ഭയമുള്ളതായി തനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. കാരണം അടക്കയുടെയും നാളികേരത്തിന്റെയും റബ്ബർ ഷീറ്റിന്റെയൊക്കെ കണക്കുകൾ ശശിധരമാമയോട് ചോദിച്ച് മനസ്സിലാക്കി പൈസ കൃത്യമായി വാങ്ങുന്ന താൻ എല്ലാ മാസവും കാണാറുള്ളതാണ്. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് തറവാട്ടിൽ. തുളസി അമ്മയും രാവിലെ ആരുടെ കാര്യമാവും സംസാരിച്ചിരുന്നു. ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തനിക്ക് അതിനേക്കാൾ തിടുക്കം അവിടുന്ന് തിരികെ വരണമെന്നുള്ളതായിരുന്നു. കുറേ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, മുമ്പൊരിക്കലും തോന്നാത്ത പോലെയെല്ലാം അറിയണമെന്നൊരു ചിന്ത പെട്ടെന്ന് എന്തുകൊണ്ട് തൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുന്നു. ഒരുപക്ഷെ തൻ്റെ സമയം അടുത്തുകൊണ്ടാവും. ജീവിതത്തിലെ അവസാന ആഗ്രഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ അവളുടെ മുഖത്ത് ദുഃഖം കലർന്നൊരു പൂച്ചച്ചിരി ഉണ്ടായി. തന്നോട് തന്നെയുള്ള ഒരു ചിരി. എന്തായാലും ഇനി ഓഫീസിൽ പോക്ക് നടക്കില്ല. അതുകൊണ്ട് ടീച്ചറമ്മയെ കാണാൻ പോയാലോ? അവൾ മനസ്സിലായി കണക്ക് കൂട്ടി. ഫോണിൽ കാവ്യയുടെയും കിരണിന്റെയും കീർത്തനയുടെയും ഒത്തിരി മെസ്സേജുകളും കോൾസും കണ്ടിരുന്നു അവൾ. പക്ഷെ ആരെയും വിളിക്കാൻ അവൾക്ക് തോന്നിയില്ല. കാരണം അത്രമേൽ കലങ്ങി മറയുന്ന മനസ്സിനുടമയായിരുന്നു അവളപ്പോൾ.
വല്ലാതെ മനസ്സ് വിഷമിക്കുമ്പോഴൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. മെലിഞ്ഞ ശരീരവും കറുത്തു കുഴിഞ്ഞ കണ്ണുകളും മുഖത്ത് വരണ്ട ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്ന തന്റെ ടീച്ചറമ്മ. തന്റെ ദുഃഖങ്ങൾക്ക് എപ്പോഴും ഒരു പരിഹാരം അവിടെ ഉണ്ടാവാറുണ്ട്. ബസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെ നിന്ന് ഓട്ടോയിൽ കയറി മേനോൻസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞവൾ. മേനോൻസ് എന്ന പേര് അവൾക്കിപ്പോൾ പരിചിതമാണ്. ശിവനാഥ് സാറിന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് മേനോൻസ് ഹോസ്പിറ്റൽ. പ്രേമൻ സാറിന് വേണ്ടി തയ്യാറാക്കിയ ന്യൂട്രീഷൻ ഡ്രിങ്ക് ഫീഡിംഗ് ട്യൂബിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ശോഭന ടീച്ചർ. ആകെയുള്ള ഒരു ചലനം എന്ന് പറയാനായി ഇടയ്ക്കിടെ ചലിക്കുന്ന കണ്ണുകളും കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരും മാത്രമാണ്. അതും ടീച്ചറെ കാണുമ്പോൾ മാത്രം. ഒരുപാട് കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഈ ഒരവസ്ഥയിലേക്കെങ്കിലും എത്താൻ കഴിഞ്ഞത്. സ്വയം ശ്വസിക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം വീട്ടിൽ വെച്ച് ദേഹം ചെറു ചൂടുവെള്ളത്താൽ നനച്ചു തുടക്കുന്നതിനിടയിൽ കാലിന്റെ തള്ളവിരലൊന്ന് അനങ്ങി. ആ ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെയും കൊണ്ട് സ്ഥിരം കാണിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴാണ് ഡോക്ടർ മകൾക്കൊപ്പം വിദേശത്തേക്ക് അവധി ആഘോഷിക്കാൻ പോയ വിവരം അറിയുന്നത്. ആ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരു ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് എറണാകുളത്തുള്ള മേനോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എന്താണ് ടീച്ചർ, ഫുഡൊക്കെ കഴിച്ചോ? പെട്ടെന്ന് പുറകിൽ നിന്ന് കേട്ട സ്ത്രീ ശബ്ദമാണ് ടീച്ചർ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു നിറഞ്ഞ പുഞ്ചിരിയുമായി നിൽക്കുന്ന ഡോക്ടർ ശ്രീ പാർവതിയെ. ഏയ് കഴിച്ചില്ല, പ്രേമേട്ടനിപ്പോൾ കൊടുത്തേ ഉള്ളൂ. ഡോക്ടർ കഴിച്ചോ? ഇല്ല, റൗണ്ട്സിന് ഇറങ്ങിയതാ. 1-2 റൂമിൽ കൂടി പോകാനുണ്ട്. ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇന്ന് ഡോക്ടർ അഭിഷേക് വന്നിരുന്നില്ലേ രാവിലെ? വന്നിരുന്നു. IV മെഡിസിൻസ് മാറ്റിയെന്ന് പറഞ്ഞു. ഉച്ചക്കുള്ള ട്രിപ്പ് എടുക്കാൻ നഴ്സിനെ വിളിക്കാൻ പോകാൻ തുടങ്ങിയായിരുന്നു ഞാൻ. അപ്പോഴാ പ്രേമേട്ടൻ്റെ കണ്ണിന്ന്. ശോഭന ടീച്ചറുടെ സ്വരം ഇടറി. ടീച്ചർ എന്തിനാ വിഷമിക്കുന്നത്? ഈ കണ്ണുനീരൊക്കെ നമുക്കൊരു ഗുഡ് സൈനായി കണ്ടുകൂടെ? അദ്ദേഹത്തെ പഴയതുപോലെ ലൈഫിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല ടീച്ചർ. പക്ഷേ സമയമെടുത്തിട്ടായാലും അദ്ദേഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. എങ്കിലും എത്ര കാലം എന്ന് കരുതിയാൽ ഞാൻ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കുന്നത്? പാർവതി ഡോക്ടറിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രം ഇത്രയും നല്ലൊരു മുറിയിലൊരു ചെലവും കൂടാതെ താമസിക്കുന്നത്. ചികിത്സക്കൊക്കെ ഒത്തിരി പൈസ ചെലവായി. അദ്ദേഹത്തിൻ്റെ എൻ്റെയും ഭൂസ്വത്തുക്കളെല്ലാം വിറ്റ് കിട്ടിയ തുക കൊണ്ടാണ് ആദ്യമൊക്കെ ചികിത്സാ ചെലവുകൾ നോക്കിയത്. 5 വർഷത്തോളം ആയുർവേദ ചികിത്സയും നോക്കി. കുറേ പണം പോയതല്ലാതെ ഒരു മാറ്റം ഉണ്ടായില്ല. മാറ്റമൊന്നുമില്ല എന്നറിയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും എല്ലാവരും. ഒരു ചെറിയ ഓടിട്ട കെട്ടിടാൻ ഞങ്ങളുടേത്. പണ്ട് ഞങ്ങൾ ആശിച്ച് വാങ്ങിച്ച വീടാണത്. പക്ഷെ ഇപ്പം അതിൻ്റെ കഴുക്കോലൊക്കെ ദ്രവിച്ച് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. ആ അഴുക്കിലും പൊടിയിലാണ് ഇദ്ദേഹത്തെ കിടത്തുന്നത്. ആകെ ഒരു വരുമാനം എന്ന് പറയാൻ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പെൻഷൻ കാശ് വരുന്ന മാത്രം. അതും തുച്ഛമായ തുക മാത്രം. അധ്യാപന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഈ അവസ്ഥയിലായി പോയില്ലേ. ഞാനാണെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹത്തെ നോക്കാൻ വേണ്ടി ജോലിയെ രാജിവെച്ചു. MLA ഓഫീസിലും കളക്ടറേറ്റിലും ഒക്കെ കയറി ഇറങ്ങി. അവസാനം മന്ത്രിയെ വരെ നേരിട്ട് കണ്ടിട്ടാണ് പെൻഷൻ കിട്ടാനുള്ള അനുമതി ലഭിച്ചത്. പക്ഷെ വളരെ തുച്ഛമായ തുക. ഇപ്പം നിയമങ്ങളൊക്കെ മാറിയില്ലേ, ഇത്തരത്തിലുള്ള പെൻഷൻ നിർത്തലാക്കുന്നൊക്കെയാ പറയുന്നത്. വല്ലാത്ത സങ്കടത്തോടെ പറയുന്ന ശോഭന ടീച്ചറെ സാതാപത്തോടെ നോക്കി നിന്നു ശ്രീ പാർവതി. എന്തിനാ വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കുന്നു? ഒരു പേഷ്യന്റിനെ രക്ഷിക്കാൻ ഞങ്ങൾ ഡോക്ടർമാർ കഴിവിന്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും സ്വന്തം കഴിവിലുപരി മറ്റൊന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കരം, ദൈവത്തിന്റെ കരം. അവസാന നിമിഷം മാറി പറഞ്ഞ എത്രയോ കേസുകൾ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് മുദ്രകുത്തി എത്ര പേരാ ഒറ്റ നിമിഷം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എവിടെയും നമുക്കത് പ്രതീക്ഷിക്കാം. ആ മിറാക്കിൾ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾ ഡോക്ടർമാർക്ക് ഇഷ്ടം. പ്രേമ സാറിൽ ഇനിയൊരു ചെറിയ മാറ്റം എന്തെങ്കിലും കൂടി ഉണ്ടായാൽ നമുക്ക് അന്ന് പറഞ്ഞ സർജറിയെ പറ്റി ചിന്തിക്കാം. പക്ഷെ ഇപ്പോൾ ഈ സ്റ്റേജിൽ അത് പറ്റില്ല. അദ്ദേഹത്തിന്റെ ജീവന പോലും അത് ആപത്താണ്. ഞാനത് പറയാൻ കാരണം മറ്റൊന്നാണ് ടീച്ചർ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഇതുപോലെ തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ ഒരു ദിവസം പെട്ടെന്നാണ് അദ്ദേഹത്തിന് ചലനം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ അങ്ങ് അമേരിക്കയിലായിരുന്നു. ആ സർജറി സക്സസ് ആയിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതൊരു സാധാരണ വ്യക്തിയും പോലെ അദ്ദേഹം മാറി. പക്ഷെ ഒന്നൊഴിച്ച് ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. സംസാരിക്കാനോ ചിരിക്കാനോ കരയാനോ അറിയില്ല. മനസ്സും ശരീരവും മരച്ച് എഴുന്നേറ്റ് നടക്കുന്ന ഒരു ബോഡി. പക്ഷെ എന്നേക്കുമായി കിടക്കിൽ കിടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പൂർണ്ണമായിട്ട് ഭേദാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാനാവില്ലെന്ന്. പക്ഷേ ഈ സ്റ്റേജിൽ നിന്നൊക്കെ പ്രേമ സാർ പുറത്തു വരുന്ന എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ടീച്ചർ ചികിത്സയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. സർജറിയുടെ സമയമാകുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം. അതിൽ ടീച്ചർ അഭിമാനിക്കേണ്ടെന്നും കരുതരുത്. കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഏട്ടൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നല്ലൊരു തുക ചാറ്റിക്കാൻ ഞങ്ങൾ മാറ്റിവെക്കാറുണ്ട്. സർജറിക്ക് സമയമാകുമ്പോൾ അത് ടീച്ചർക്ക് ഉപയോഗപ്പെടുത്താം. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ തുടച്ച് ശോഭന ടീച്ചർ ശ്രീ പാർവതിയുടെ ഇരുകൈകളിൽ നിന്ന് തൊട്ടു. മടിച്ച് തന്റെ കൈകളിലേക്ക് കൈ ചേർക്കാൻ ശ്രമിക്കുന്ന ശോഭന ടീച്ചറുടെ വിറയാർന്ന മെലിഞ്ഞ കരങ്ങൾ ശ്രീ പാർവതി തന്റെ കൈകൾക്കുള്ളിലേക്ക് എടുത്തു. അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പെട്ടെന്നാണ് റൂമിന്റെ ഡോറിൽ 2 വട്ടം ആരോ കൊട്ടുന്ന ശബ്ദം കേട്ടത്. രണ്ടാളും ഒരുമിച്ച് അവിടേക്ക് നോക്കിയതും പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് നീലാംബരി അകത്തേക്ക് നോക്കി. അവളെ കണ്ട ശോഭന ടീച്ചറുടെ ചുണ്ടിലൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.